സാറേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്ക്. സാറിന്റെ പറച്ചിലിട്ടവയ്ക്ക് ഞാൻ കൊണ്ടുവന്ന് വണ്ടി ഇടിച്ചു കയറ്റിയെന്ന്. ഇത് പഞ്ചറായി കൊണ്ട് നിർത്തിക്കണല്ലേ. സാർ ഒരു കാര്യം ചെയ്യ്, അടുത്ത ഡിപ്പോയിൽ നിന്ന് വർക്ക്ഷോപ്പ് വാൻ വരാൻ പറ. ഞാൻ വിളിച്ച് അവര് പറയണ വന്നപ്പോ അത് പഞ്ചറായി പോയി. ദൈവമേ, അപ്പൊ ഇനി വേറെ വർക്ക്ഷോപ്പ് മാൻ അത് നന്നാക്കാൻ വേണ്ടി വരേണ്ടി വരുമോ? അതാണ് എന്റെ പ്രാർത്ഥന, ഇനി വരണ വണ്ടിയുടെ പഞ്ചറാവല്ലേ എന്ന്. എന്ത് കഷ്ടമെന്ന് ആലോചിച്ച് നോക്കണേ. അതെ വാ, ഇപ്പൊ തന്നെ പാസഞ്ചേഴ്സ് ഓരോന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ അടുത്ത് കറങ്ങല്ലത്. ഓരോന്ന് പറയണത് ഇതൊക്കെ എന്റെ ഭാര്യ അറിഞ്ഞു എന്ത് സംഭവിക്കും? അവള് പിണങ്ങി പോകൂലേ? അവളെ പിണയിപ്പ് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാവൂലേ? ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ നീ സമാധാനം വരൂലേ? നീ സമാധാനം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇത് കാണൂലേ? നമ്മളെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കൂലേ? കെട്ടിപ്പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ പിടിച്ച് കെട്ടിക്കൂലേ? കെട്ടിച്ച് കുട്ടികളുണ്ടാവൂലേ? ഈ കുട്ടികൾ ആര് നോക്കും? ഈ ശമ്പളം കൊണ്ട് പറ്റും? ശമ്പളം കൊണ്ട് പറ്റും? വേറെ ജോലിക്ക് പോകണം. ഞാൻ വല്ല ഗൾഫിൽ പോവാം, അല്ല വേറെ നിവർത്തിയില്ല കേട്ടാ. സാറിത് ഏത് റൂട്ടില് വണ്ടി ഓടിക്കണേ? നമ്മളെ ഗോസിപ്പിന്റെ കേസ്. ഗോസിപ്പ് പറഞ്ഞു നല്ല പറഞ്ഞത്. പിന്നെ പാസഞ്ചേഴ്സ് ചീത്ത വിളിക്കാൻ തുടങ്ങിയെന്ന് സാറിനെ. അതേ നേരത്തെ അറിഞ്ഞു. അതെങ്ങനെ? അച്ഛനമ്മ വിളിച്ച് പറയും തുമ്മലിന്റെ മരുന്ന് വാങ്ങിച്ചോണ്ടല്ലേ. എന്നെയും പറഞ്ഞു തുടങ്ങിയ മാതിരി നിന്നെയും പറഞ്ഞു തുടങ്ങിയ ആൾക്കാർ. എന്തോന്ന്? എന്താ ഞാൻ തുമ്മിയത്? അതായിരുന്നു ഞാൻ പറയുന്നത്. അതെ, എനിക്കിപ്പോ ഇത് ഇപ്പൊ എന്തോ ചെയ്യുന്നു. എനിക്കാണെങ്കിൽ എന്താണ് വിഷയം എന്ന് പറ. വിഷയം എന്താണെന്ന് പറ. വിഷയം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കിടന്ന് ഒരുത്ത ഭയങ്കര ബഹളം. ആര് ബഹളം വെക്കണം? കായംകുളം NH എത്തിയപ്പോഴേ റോഡിന്റെ നടുവിൽ ഇതാണ്ട് ഇങ്ങനെ കൈ കാണിച്ച് ബസ് നിർത്തി ഒരു കുടിയും കയറിയില്ലേ? ഓ, അയാളെ കൊണ്ട് ഭയങ്കര ശല്യം. ആളുകൾക്ക് ശല്യം, നമുക്ക് ശല്യം, മൊത്തം ശല്യം. എന്ത് ചെയ്യൂന്ന് പറ. സ്വന്തം വണ്ടിയാണ് കയറ്റാതിരിക്കാറ്. KSRTC ബസ്സായി പോയി കൈ കാണിച്ച കയറ്റിയല്ലേ പറ്റൂ. ഓരോരുത്തന്മാരും ഇത് യാറുക്കാഹ് സാറേ ഒരു കാര്യം സാറേ ഞാൻ ഒരു സാറേ സാറേ എന്താണ് നിന്റെ പ്രശ്നം? കുറെ നേരമായി ഈ ബസ് കൊണ്ടൊന്ന് കാറ്റിന്റെ ഇടയിൽ ഇട്ടേക്കണ്. നാട്ടുകാർക്ക് ബിവറേജിൽ പോണ്ടേ? യാത്രക്കാർക്ക് വീട്ടിൽ പോണ്ടേ? അതെ അതെ, പിന്നെ വർക്ക്ഷോപ്പ് മാൻ വിളിച്ചിട്ടുണ്ട് അടുത്ത ഡിപ്പോയിൽ നിന്ന്. അവര് വരും, വന്ന് നന്നാക്കുമ്പോ വീട്ടിൽ പോവാ. പറഞ്ഞ മനസ്സിലായ സാറേ? തോണ്ട ഇല്ല സാർ, ബസ് ആണാണോ പെണ്ണാണോ? എടാ അതൊന്നുമല്ല. എടാ തനിക്ക് അറിഞ്ഞൂടെ, നമ്മുടെ ഒരു വണ്ടി കംപ്ലൈന്റ് ആയി കഴിഞ്ഞു ഞാൻ അതാണ്ട് ഇങ്ങനെ കുനിഞ്ഞു നിന്ന് അടിയിലോട്ട് നോക്കണം. അത് KSRTC ഒരു അലിഖിത നിയമമാണ്. അല്ലാതെ ബസ്സിന് ആണും പെണ്ണും ഒന്നുമില്ല. ബസ്സിന് ആണും പെണ്ണും ഉണ്ട്. ബസ്സിന് ആണും പെണ്ണും ഉണ്ടെന്ന്. സാറേ ബസ്സിന് ആണും പെണ്ണും ഉണ്ട്. ഗിയറുള്ള ബസ്സാണ്, ഗിയർ ഇല്ലാത്ത ബസ് പെണ്ണ്. പിന്നെ നിങ്ങളെല്ലാം കൂടെ എന്റെ ഉല്ലാസയാത്രയാണ് തകർത്താൻ. പിന്നെ നീ വീട്ടിൽ നിന്ന് ടൂർ പോയിരിക്കല്ലേ ഉല്ലാസയാത്ര മുടക്കാൻ? മൈ നെയിം ഈസ് ഉല്ലാസ്. ഞാൻ നടത്തുന്ന യാത്രയാണ് ഉല്ലാസയാത്ര. അത് തകർത്തതാണ് ഞാൻ പറഞ്ഞ. കഷ്ടമെന്ന് ആലോചിക്കണം. ഓരോരുത്തന്മാര് വന്ന് കേറി. സാറേ ഈ ബസിന്റെ ഏത് വീല് കംപ്ലൈന്റ്? അതിന്റെ ഫ്രണ്ട് വീലാണ് കംപ്ലൈന്റ്. ബാക്കി കിടക്കണ 2 വീലുണ്ട്, അതിൽ നിന്നൊരു വീലെടുത്ത് ഫ്രണ്ട്. ബാക്കി 2 വീല് വേണ്ടേ? എന്തിന് സാറേ 4 വീല്? അഹങ്കാരമാണ് ബാക്കി. ഒരു വീലെടുത്ത് ഫ്രണ്ട് ഇടണം. അങ്ങനെ ഇടാൻ പറ്റില്ല, 4 വീല് വേണം. 4 വീല് വേണോ? വേണം. അപ്പൊ പിന്നെ ഒരു വീലിന് എവിടെ പോകും? നീ അടിച്ച് വീലായി നിക്കല്ലേ, നിന്നെ എടുത്ത് കേട്ടിട്ടാ? അയ്യോ ഒരിക്കലും നടക്കൂല. ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോയാൽ എനിക്ക് തല ഇറങ്ങും. ഓരോരുത്തന്മാര് കുടിച്ചോണ്ട് വണ്ടിക്കകത്ത് വന്ന് കേറി. അല്ലെങ്കിൽ എനിക്ക് ഇന്ന് കഷ്ടകാലമാണ്, അറിയാമോ? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എനിക്ക് കഷ്ടകാലം. എന്തോന്ന് കഷ്ടകാലം? എന്റെ തലയിലൊരു പല്ലി വീണു. ആണോ? പല്ലി വീണെങ്കിൽ നിനക്ക് ഭയങ്കര കഷ്ടകാലമായിരിക്കും. പുല്ലിന് അപ്പൊ തന്നെ ഞാൻ ഒരു ഒറ്റ എറി വെച്ചു കൊടുത്ത്, അറിയാമോ? അപ്പൊ നിനക്കല്ല കഷ്ടകാലം, പല്ലിക്കാണ് കഷ്ടകാലം. ഹലോ സാറേ, ബസ് ഇപ്പഴങ്ങട്ട് ശരിയാവോ സാറേ? ഇപ്പൊ ശരിയാക്കാം. അല്ല ശരിയാവും, വർക്ക്ഷോപ്പ് മാൻ ഇപ്പൊ വരും. കഷ്ടം നോക്കി. കേട്ടെ, സന്ധ്യ കഴിഞ്ഞ് എന്ത് ചെയ്യും? സദ്യ കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴിയിട്ട് പൈസ വല്ലോണ്ട് ഒരു 500 അവരെ പാക്കറ്റ് വെച്ച് കൊടുക്കണം. സദ്യ കഴിച്ച എന്ത് ചെയ്യാന്നല്ല വെച്ചത്, സന്ധ്യ കഴിഞ്ഞ എന്ത് ചെയ്യുന്നു? ഇരുട്ട് വരും, അത് ഞാനോട് ചോദിക്കണം. ഞാൻ ഉദ്ദേശിച്ചത് സാറേ കാടല്ലേ, വല്ല വന്യമൃഗങ്ങൾ ഇറങ്ങി വരുമെന്ന് എനിക്ക് പേടി. വന്യമൃഗങ്ങൾ ഇറങ്ങില്ല. ഓ സമാധാനം ഇറങ്ങൂലല്ലോ. പക്ഷെ വന്യമൃഗം കേറും. കാടാണ്, കാടാണ്, താഴെ കാടാണ്. നോക്കണോ, താഴെ കാടല്ലേ? കാടാണ് അവിടെ. സാറേ ഈ മരങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന കാരണം എനിക്ക് കാട് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഈ 2 മരത്തിനോടൊന്ന് മാറി നിൽക്കാൻ പറയും. ഓ ഇങ്ങനത്തെ സാധനത്തിന് പിടിച്ച് വണ്ടി കേട്ടില്ലട്ടോ സാറന്മാരെ. എന്തൊരു കഷ്ടമാണോ എന്തോ. ഞാൻ ഒരു കാര്യം പറയാം. വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റി കിടക്കും. വെള്ളം അടിച്ചതിന്റെ കാര്യം വയറ്റി കിട. സാർ ഒരു കാര്യം ചെയ്യും, സാർ ഇങ്ങനെ മലന്ന് കിട.
ഞാൻ സാറിന്റെ വയറ്റിൽ ഇങ്ങനെ കിഴഞ്ഞു കയറി കിടക്കാം എന്നിട്ട് സാറേ ലാലി ലാലി. അയ്യോ പുലിയുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തി. എടോ ഒന്ന് പതിയെ വിളിയടോ. സാറേ ഇവ ഭയങ്കര വെള്ളമാണ്. വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് KSRTC ബസ്സിൽ കുപ്പിവെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എവിടെ? എടോ അത് ഓർഡർ ആയിട്ടുണ്ട്. അതിന്റെ സാങ്ഷൻ ആയി പേപ്പർ എല്ലാം ശരിയാവുമ്പോ കുപ്പി വെള്ളം കൊടുക്കും. എനിക്ക് വെള്ളം മതി, കുപ്പി എന്റെ കൈയുണ്ട്. സാറേ ഇത് കണ്ട സാറേ, ഇത് കണ്ട. എന്തിനാ കാണിക്കുന്നത്? ഈ സർക്കാർ വണ്ടിക്കകത്ത് വെള്ളം ഒഴിച്ചിട്ട് കയറാമോ? ഓഹോ, സർക്കാർ വണ്ടിക്കകത്ത് വെള്ളം ഒടിച്ചോണ്ട് കയറാൻ പാടില്ല. സർക്കാരിന് മദ്യം വിൽക്കാം, അതും കുടിച്ചോണ്ട് ബസ്സിൽ കയറിക്കൂടാ. KSRTC സ്റ്റാൻഡുകളിൽ ബീവറേജ് വരാൻ പോകുന്നു, അതും കുടിച്ചോണ്ട് KSRTC ബസ്സിൽ കയറിക്കൂടാ. ഒരു കാര്യം ചെയ്യാം, ഈ കുടിക്കണമെന്നവർക്ക് സർക്കാർ 2 ചിറവ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതും കുടിച്ചോണ്ട് ഇങ്ങനെ പറക്കാം ഇവിടെ. അപ്പൊ സർക്കാരിനങ്ങ് തടയും. വേണം. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ വിമാന സർവീസ് നിർത്തേണ്ടി വരും. കാര്യം മൊത്തം പറവകളായിരിക്കും. കാക്കയ്ക്ക് പോലും സ്പേസ് ഉണ്ടാവൂല ഇവിടെ. മര്യാദക്കാണെ മര്യാദ കേട്ടോ. കുറെ നേരം കിടന്ന് സഹിക്കും. അയ്യോ, അടിയാ, പുലി കളകളെ കാട്ടിക്കൊണ്ടുവന്നു. നീ ഉണ്ടാതിരിയടേ. ഏതെങ്കിലും ലോ ഫ്ലോർ ബസ് വന്നെങ്കിലേ ഒരു കേറ്റിങ് വിടായിരുന്നു. ലോ ഫ്ലോർ എന്തോന്നാ ലോ ഫ്ലോർ ബസ്സിൽ കയറ്റി വിടാന്ന്. എന്തോ വർത്തമാനം നിങ്ങൾ എത്ര ഞാൻ സാറേ സാറേ എന്നാണ് ഞാൻ വിളിച്ചേട്ടോ. താനെ ഒരുമാതിരി എന്നെ എന്തോ ചെയ്യണം വർത്തമാനം പറയരുത്. സാറേ സാറേ വേണ്ട സാറേ, നമ്മൾ എനിക്ക് വിദ്യാഭ്യാസം കൊണ്ടറിയാമോ? ലോ എന്ന് പറഞ്ഞാൽ താഴെ, ഫ്ലോർ എന്ന് പറഞ്ഞാൽ തറ. അങ്ങനെ തറയെ കിടന്നു എനിക്ക് സൗകര്യമില്ലടാ. എടോ അത് AC ബസ്സാണ്. അതിനകത്ത് വെള്ളം കിട്ടുമോ? വെള്ളം കിട്ടില്ല. ടിക്കറ്റിന്റെ ചാർജ് ആക്കുമ്പോ വെള്ളം കുടിച്ചു. അയ്യോ, പുലി നിങ്ങൾക്കറിയാമോ എന്തോരം കഷ്ടപ്പെട്ടാണ് ഈ ബസ്സിൽ ഞാൻ വന്നത്? എനിക്കൊരു സീറ്റ് കിട്ടിയില്ല. താൻ അങ്ങനെ പറയരുത്. ആ കേറിയപ്പോഴും ഞാൻ പറഞ്ഞില്ല ഫ്രണ്ടിലോട്ട് സീറ്റ് ഉണ്ട് പോയിരിക്കാൻ. ഫ്രണ്ടിലത്തെ സീറ്റ് ചെന്നിരുന്നപ്പോ ഈ സാറ് പറഞ്ഞത് സാറിന്റെ സീറ്റാണെന്ന്. അങ്ങോട്ട് മാറിയിടാന്ന്. എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് നമുക്ക് 2 പേർ കൂടെ ഒന്നിലിരിക്കാന്ന് പറഞ്ഞപ്പോ എന്നെ ഒറ്റ തട്ട്. ഞാൻ ചെന്ന് ഒരു കമ്പി പിടിച്ചപ്പോ അത് സാറിന്റെ ഗിയർ ആണെന്ന്. ഒരു സ്ഥലത്ത് പിടിക്കാൻ പറ്റൂല, അറിയാമോ? തല കറങ്ങുന്നുണ്ട് സാറേ. തല 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 കറങ്ങുന്നുണ്ട്. തല 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 കറങ്ങുന്നുണ്ട്. വെള്ളം ഉണ്ടാരെങ്കിലും അറിവ് വെള്ളമുണ്ടോ? വെള്ളം കൊടുക്കണ വെള്ളമൊക്കെ തീർന്നില്ല സാറേ. ഈ കാട്ടിനകത്ത് എവിടെ നിന്ന് വെള്ളം ഉണ്ടോ? വെള്ളം പിടിച്ചോ. വെള്ളം ആരെങ്കിലും ഇരിക്കണേ. വെള്ളം ഉണ്ടോ ആരെങ്കിലും? വെള്ളമൊന്നും ഇനി തല തല വെള്ളവും വെള്ളമൊന്നും ഈ പണ്ടാരത്തി വെള്ളമൊന്നും കുടിച്ചാണ് അങ്ങോട്ട്. ഓടി വാങ്ങിക്കോട്ട്. അവിടെ വെള്ളമല്ല, ഇവിടെ വെള്ളം. ഓടി വാങ്ങിക്കോട്ട്. വെള്ളമില്ല. അയാൾ ആ മദ്യം മുഴുവനും എടുത്ത് കുടിപ്പിച്ചത്. പിന്നെ ഇവിടെ വെള്ളം ഒരിക്കണം. 1 മണിക്കൂറുകൊണ്ട് ഞാൻ വെള്ളം എന്ന് പറഞ്ഞ് സാറ് ഇവിടെ വെള്ളം തന്നായിരുന്നു. ഇതാണ് നീ കൊടുക്കണത് വെള്ളം എന്ന് പറഞ്ഞിട്ട്. ഞാൻ പൊന്നെ സാറേ, ഇവിടെ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു കുപ്പി വെള്ളത്തിന് 20 രൂപയുള്ളൂ. ഇത് 360 രൂപ വെള്ളമാണ്, അറിയാമോ? ബീവറേജിൽ പോയി കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് തള്ളി എന്റെ കൊച്ചിനെ പോലെ എന്റെ ഇടുപ്പിൽ വെച്ച് കൊണ്ടുവന്ന വെള്ളം അറിയാമോ? എന്നിട്ട് എന്നെ കുറ്റം പറയണല്ലേ. ഷെയർ തന്നെയാണ്, അല്ലെങ്കിൽ ഉണ്ടല്ലോ. ഈ ബസ്സിൽ ഞാൻ അത്രയില്ല. നാട്ടുകാരെ ഓടുക പുലി ഇറങ്ങണ സ്ഥലത്ത് പോണോ എവിടെയെങ്കിലും. ചേട്ടാ ചേട്ടാ എന്തോ ചെയ്യും എനിക്ക് അറിഞ്ഞൂടാ സാറ്. അതങ്ങ് പോയല്ലേ. ടെൻഷൻ അടിക്കണ്ട സാറേ, അവൻ പോയല്ല. പിന്നെന്ത്? അയ്യോ അയ്യോ പുലി വരേ, അയ്യോ പുലി വരേ, അയ്യോ ബസ് എപ്പെടുക്കുന്നു. എത്ര നേരമാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ബസ് എടുക്കണോ? ബസ് എടുക്കാം. മനസ്സിലായില്ലേ? ബസ് എടുക്കും. എന്റെ പൊന്ന് സാറേ, ഒരാളെ പറഞ്ഞു വിടാൻ പെട്ട പാട് നമുക്കേ അറിയുള്ളൂ. ഇനിയിപ്പോ എന്തോ ചെയ്യും സാറേ? എന്തോന്ന് ചെയ്യാൻ? യുമാരെ നോക്കലാണ് നമ്മളെ പണി. വെറും പണിയല്ല, 8ന്റെ പണി.